നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷെ ഒരു സത്യം ഞാൻ പറയാം, മൂന്നാമത് ഞാൻ മരിച്ചു. ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത് പ്രേതാണോ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ആ ത്രിവിക്രമൻ തമ്പിയുടെ കിങ്കരി മൃത്യുലേഖ എന്നെ കൊന്നു. രാവിലെ വന്നിങ്ങനെ പിച്ചും പേ പറയാതെ പോവാൻ നോക്ക്. എനിക്ക് കടയിൽ പോണം. അരിയ സാധനങ്ങളൊക്കെ തീർന്നിരിക്ക. അപ്പൂന് നാളെ സ്കൂൾ തുറക്കും. ഇന്നേ എല്ലാം ഒരുക്കി വെക്കണം. പാവാപ്പോ, അവനോട് ഞാൻ ഒരുപാട് ക്രൂരത കാട്ടി. അവനെ ആ ദുഷ്ടശക്തികൾ ബലികഴിക്കാൻ പോകുമ്പോ ഞാൻ നോക്കി നിന്നു. ആ ശാപമായിരിക്കും എനിക്ക് മൂന്നാമതും ദൈവം മരണം വിധിച്ചത്. മതി നോണ. ഇനി ഇത്തരം നുണകളായിട്ട് എന്റെ മുമ്പിൽ വന്നു പോരുത്. വരില്ല. യാത്ര പറയാൻ തന്നെ ഞാനിപ്പോ വന്നത്. പക്ഷെ എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ നീ അറിഞ്ഞിരിക്കണം. ആദ്യം ഞാൻ തേളുകുത്തി ചത്തു. ചിതയിൽ നിന്നും ദൈവം എനിക്ക് പുനർജന്മം നൽകി. പിന്നീട് പുഴയിൽ മുങ്ങിച്ചത്തു. അന്നും എനിക്ക് കൊടുങ്ങല്ലൂരമ്മ ജീവൻ തിരിച്ചു തന്നു. ഇപ്പോഴിതാ ആ മൃത്യുലേഖയും എന്നെ കൊന്നു. ചത്തുകിടന്ന് എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു. ആശ്രമത്തിലുണ്ടായിരുന്ന ആ ഭീകരൻ രുദ്രൻ എന്നെ ഒരു കുഴിയെടുത്ത് അതിലേക്കിട്ടു. രാത്രിയായപ്പോ ഒരു ചെന്നായ വന്ന് ആ കുഴിയിലെ മണ്ണൊക്കെ മാന്തിക്കളഞ്ഞു. പക്ഷേ ചെന്നായ എന്നെ ഒന്നും ചെയ്തില്ല. എന്നിട്ട് ആ ചെന്നായ എന്നെ നോക്കി എന്നൊന്ന് ചിരിച്ചിട്ട് അത് അപ്രത്യക്ഷമായി. അവിടെയും കൊടുങ്ങല്ലൂരമ്മ എന്നെ ജീവിപ്പിച്ചു. ദേവിയേ, മഹാമായേ. നല്ല കഥ. നിങ്ങൾ കഥ എഴുതി 4 കാശുണ്ടാക്കാൻ നോക്ക്. മോഷണവും നാട്ടുകാരെ പറ്റിക്കലൊക്കെ നിർത്തി മര്യാദയ്ക്ക് ഇനിയെങ്കിലും ജീവിക്കാൻ നോക്ക്. ഭർത്താവ് സ്ഥാനവും പറഞ്ഞ് ഇനി എന്റെ വീട്ടുമുറ്റത്ത് വന്നു പോരുത്. പറഞ്ഞേക്കാം. ഇല്ല, ഇത് അവസാനത്തെ യാത്ര പറച്ചില. ഞാൻ ശരിയായൊരു കളവ് നടത്തി. ആദ്യത്തേതും അവസാനത്തേതുമായി. ആ കളവ് വിജയകരമായി. നിനക്കറിയാലോ, ആ മാന്ത്രിക മൂക്കുത്തി പലതവണ കക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാ. എനിക്ക് വേണ്ടിയല്ല, പരപ്രേരണ കൊണ്ട്. വിശന്നപ്പോൾ ഒരിക്കൽ ഒരു പരിപ്പവട കട്ടതിന് നാട്ടുകാരെന്നെ കള്ളനാക്കി. പിന്നെയും പല മോഷണ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. എല്ലാം പരാജയമായിരുന്നു. പോലീസിന് തല്ലുകൊണ്ടത് മാത്രം മിച്ചം. പക്ഷേ ഇത്തവണ ഞാൻ ജയിച്ചു. അത് ശരി. അപ്പൊ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ ആയല്ലേ? ദേ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ പോവാ. എന്താ നിങ്ങൾ കട്ടത്? ആ മൂക്കുത്തി. ഭഗവതി, പേടിക്കണ്ട. ഞാനത് ആ ത്രിവിക്രമൻ തമ്പിയുടെ കസ്റ്റഡിയിൽ നിന്ന് മോഷ്ടിച്ചതാ, ഒരു നല്ല കാര്യം ചെയ്യാൻ. അതുമൂലം ആ മേഘനമോളുടെയും ഐശ്വര്യയുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തപ്പോഴാ ആ മൃത്യുലേഖ എന്നെ കൊന്നത്. അതുകൊണ്ട് തന്നെയാ കൊടുങ്ങല്ലൂരമ്മ മൂന്നാമത് എനിക്ക് ജീവൻ തിരിച്ചു തന്നത്. മതി മതി, എല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷെ എന്റെ അപ്പൂസിന്റെ ജീവിതത്തിലേക്ക് ഇനി വന്നു പോരുത്. ഞങ്ങക്ക് നിങ്ങളെ വേണ്ട. ദേ, ആ തീരുമാനമാണ് ശരി. എനിക്ക് നിങ്ങളെയും വേണ്ട. എന്ന് വെച്ചാ ഞാൻ എന്റെ അവസാന യാത്രയ്ക്കായി തയ്യാറായി കഴിഞ്ഞു. ആത്മഹത്യ ചെയ്യാനാണോ? ഇല്ല, മരണം എനിക്ക് പുത്തരിയല്ല. ഞാൻ ചാവാൻ ദേവി സമ്മതിക്കത്തുമില്ല. ഞാൻ പോകുന്നത് കൊടുങ്ങല്ലൂരിലേക്കാ. അവിടെ അമ്മയുടെ മുന്നിൽ എനിക്കൊരു വെളിച്ചപ്പാടാവണം. എന്റെ കറപുരണ്ട രക്തം വാളുകൊണ്ട് ആ തിരുനടയിൽ ഒഴുക്കണം. ഇനി എന്റെ ജീവിതം ഭഗവതിയുടെ മുന്നിൽ സമർപ്പിക്കണം. അപ്പുവിനോട് പറഞ്ഞേക്ക്, അവന്റെ കള്ളൻ ചെറിയച്ഛൻ അവനോട് മാപ്പ് പറഞ്ഞെന്ന്. ഇനി എപ്പോഴെങ്കിലും നിനക്ക് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തോന്നിയാൽ എനിക്ക് നീയും മാപ്പ് തരണം. ഇനി ഈ നാട്ടിലേക്ക് ഞാനില്ല. നമ്മൾ തമ്മിൽ കാണുകയുമില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും, മാഷിനും ടീച്ചറമ്മയ്ക്കും ശ്രീകുട്ടിക്കും നല്ലത് വരാൻ ഞാൻ കൊടുങ്ങല്ലൂരമ്മയോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇറങ്ങുമ്പോ എന്തോ മനസ്സിന് വല്ലാത്തൊരു കനം. അനന്യ തനിച്ചല്ലോ, കൂടെ അജയും മേഘനയില്ലേ. അത്രയൊരാശ്വാസമുണ്ട്. ഇപ്പോ ഇവരുടെ കൂടെ എനിക്കും പോകേണ്ടി വരുമെന്ന് ഓർക്കുമ്പോ മാറണം. പിന്നെ സുഗന്ധിയടുത്തേക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ കഴിയാമല്ലോ. ചെന്ന ഉടനെ ഞാൻ അനന്യയുടെ യൂണിവേഴ്സിറ്റി പോയി ബാക്കി ഫോർമാലിറ്റീസ് പൂർത്തിയാക്കാം. എനിക്കും മേഘനയ്ക്കും അമ്മയ്ക്കും തങ്ങാനുള്ള അപ്പാർട്ട്മെന്റ്സും ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവിതം ഒന്ന് സെറ്റായെന്ന് തോന്നിയാ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഡാഡി, അങ്ങനെ ഞങ്ങൾ വരുമ്പോ ഡാഡി അമ്മേ ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറാവണം. ഇല്ല മോളെ, ഒരിക്കലും ഇല്ല.
ശ്രീകുട്ടി ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ വരൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഗൗരിമുത്തശ്ശി വിടാഞ്ഞിട്ടാ. അവള് വരാൻ നേറ്റിട്ടുണ്ട് ഗൗരിമുത്തശ്ശിയുടെ അനുഗ്രഹത്തോടെ. ഡാഡി അമ്മ ആയിക്കോട്ടെ മോളെ. അജയ്, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, പുതിയൊരു ജീവിതത്തിന്റെ. അതിന് കാരണക്കാരൻ മറ്റാരുമല്ല. അത് മാത്രമല്ല അങ്കിളെ, നമുക്ക് ചുറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ശക്തികളുണ്ട്, നന്മയുടെയും തിന്മയുടെയും. പക്ഷേ ദേവീ കടാക്ഷം കൊണ്ട് എല്ലാ തിന്മകളും നന്മകളായി തീർന്നു. അതെ. ആ, ഇനി വൈകണ്ട, ഫ്ലൈറ്റ് സമയമായല്ലോ. എന്നാ ഇറങ്ങിക്കോ. വാമേ. മോളെ പോട്ടെ അമ്മ. സന്തോഷായിട്ടിരിക്കണം കേട്ടോ. വാ അമ്മ. എന്നാ പിന്നെ നമുക്കങ്ങ് ഇറങ്ങാം. പ്രവീണയുടെ മകളെ കൂട്ടിക്കൊണ്ടുവരുമ്പോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാത്തിനും പരിഹാരമാവും. അപ്പോഴെങ്കിലും ശ്രീകുട്ടി തിരിച്ചു വരൂ ദേവേട്ടാ. മുൻപ് താൻ ഈ ചോദ്യം ചോദിക്കുമ്പോ എല്ലാം തന്റെ തോന്നലായിരുന്നെന്ന് പറയാനാണ് ഞാൻ താല്പര്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയാം. അജയ് പറഞ്ഞില്ലേ, നമ്മുടെ ശിരസിന് മുകളില് നമ്മൾ അറിയാത്തൊരു ശക്തി ഉണ്ടെന്ന്. അത് കൊടുങ്ങല്ലൂരമ്മയല്ലാതെ മറ്റാരുമല്ല. നമ്മുടെ മോള് തിരിച്ചു വരും, ഉറപ്പാ. എന്റെ കാവിലമ്മേ, കാത്തുകൊള്ളണേ. സുനന്ദമോള് വിളിച്ചിരുന്നു. അജയും മേഘനയും തിരിച്ചെത്തി. എന്റെ ഭഗവതി. കുട്ടികള് വിദേശത്തേക്ക് പോയി. സുനന്ദയും ദേവനും ബാംഗ്ലൂരെത്തി. ഇനി പ്രവീണയുടെ കുട്ടിയെ സ്വന്തം മകളായി അവർ കൂട്ടിക്കൊണ്ടുവരും. എല്ലാം മംഗളമായി, എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. പക്ഷേ നമ്മുടെ ശ്രീകുട്ടി ഗൗരിമുത്തശ്ശിയുടെ അടുത്ത് നിന്ന് ശ്രീകുട്ടി വരൂന്ന് ഉറപ്പ് പറഞ്ഞതാ. എന്നിട്ട് വരുന്നില്ലല്ലോ ടീച്ചറമ്മേ. ശ്രീകുട്ടി നമ്മുടെ മുമ്പിൽ തിരിച്ചെത്തും, എനിക്ക് ഉറപ്പാ. എല്ലാവരും പ്രാർത്ഥിക്കണം, മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കണം. നമ്മുടെ ശ്രീകുട്ടിയെ തിരിച്ചു തരാൻ ഭഗവതിയോട് പറയേ. എന്റെ ഭഗവതി. ഭഗവതി, ഭഗവതി, ഞങ്ങളെ ശ്രീകുട്ടിയെ തിരിച്ചതാ. അപ്പൂസേ, അയ്യോ, ദേ ശ്രീകുട്ടി. 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 മക്കളിങ്ങി വാ. അപ്പൂപ്പ. വാ മോളെ. എവിടെയായിരുന്നു മോള്? എന്തോരം വിഷമിച്ചു ഞങ്ങളൊക്കെ. ഞാൻ ഗൗരിമുത്തശ്ശിയുടെ കൂടെ ആയിരുന്നില്ലേ, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? ഈ തറവാടും നിധിയും കാത്തതുപോലെ ഗൗരിമുത്തശ്ശി എന്നെയും കാത്തു.